സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്യാമ വക്കീലിനെ ഫോണിൽ വിളിക്കുവാണ് കേട്ടോ. ഹലോ, ഞാൻ സിംഗർ ശ്യാമയാ. റാം സാറിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഞാൻ കുറേ തവണ വിളിച്ചു. അന്നേരം വക്കീൽ പറയണേ, അത് പിന്നെ സാറ് അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. മാമിന് എന്താ പറയാനുള്ളത് എന്നോട് പറഞ്ഞാൽ മതി. സാർ വരുമ്പോൾ ഞാൻ കാര്യങ്ങൾ അറിയിച്ചോളാം. അങ്ങനെ ശ്യാമ നടന്ന കാര്യങ്ങളെല്ലാം വക്കീലിനെ അറിയിക്കുവാണ് കേട്ടോ. വരുണിനെ എത്രയും പെട്ടെന്ന് ജാമ്യത്തിൽ ഇറക്കണം. അതിനുവേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. അന്നേരം വക്കീൽ പറയണേ, അതിനെന്താ മാഡം, ഞാൻ എല്ലാ സാറിനെ അറിയിച്ചോളാം. കേട്ടിടത്തോളം ഇത് സിമ്പിളാണ്, മാഡം വിഷമിക്കാതിരിക്കുക എന്നും പറഞ്ഞ് കോൾ കട്ടാക്കുവാണ്. ഈ സമയം അശ്വതി ചോദിക്കണേ, എന്താ ക്ഷമ കാര്യങ്ങൾ? അന്നേരം ക്ഷമ പറയണേ, വക്കീലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം എന്നാ ഫോൺ എടുത്ത ആൾ പറഞ്ഞത്. പിന്നെ കേട്ടിടത്തോളം ഇത് സിമ്പിളാണെന്നും പറഞ്ഞു. എന്താണെങ്കിലും ഉറപ്പായും വരുണിന് ജാമ്യം കിട്ടും. ഈ സമയം അശ്വതി ചോദിക്കണേ, അല്ല ക്ഷമേ, വരുണിൻ്റെ കാര്യം പറയുമ്പോൾ രാധികയുടെ മുഖത്ത് ഭാവമാറ്റം ശ്യാമ ശ്രദ്ധിച്ചായിരുന്നോ? ഞാനിത് പറയണ്ടെന്ന് വിചാരിച്ചതാണ്. ഞാനിത് പറയുന്നതുകൊണ്ട് ശ്യാമ തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്. അന്നേരം ശ്യാമ പറയണേ, ചേച്ചി പറഞ്ഞത് ശരിയാ, ഞാനും ശ്രദ്ധിച്ചിരുന്നു. ഈ സമയം അശ്വതി പറയണേ, അനീതിയുടെ ഭർത്താവാണ്. ഒരു ബന്ധുവിനെ രക്ഷിക്കാൻ വേണ്ടി പറയുന്ന പോലെയല്ല രാധിക പറഞ്ഞത്. എന്തോ വരുണിനെക്കുറിച്ച് പറയുമ്പോൾ രാധികയുടെ ഉള്ളിൽ വല്ലാതെ നീറുന്നതുപോലെ. ഇനി ഇതൊക്കെ നമുക്ക് സംശയമാകാം. അന്നേരം ശ്യാമ പറയണേ, ശരിയാ, എന്താണെങ്കിലും നമുക്ക് അവളോടൊന്നും ചോദിക്കൊന്നും വേണ്ട കേട്ടോ. ഇനി അവളുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ എന്തെങ്കിലും സംസാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ ചേച്ചി തന്നെ ചോദിച്ചാൽ മതി. അക്കാര്യം ഞാൻ ചേച്ചിക്ക് വിട്ടുതരുവാണ്. അതെന്നാണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. ഈ സമയം വക്കീല് DYSP സൂരജിനെ കാണാനായിട്ട് എത്തുവാണ് കേട്ടോ. അങ്ങനെ വരുണിന് വേണ്ടിയിട്ടുള്ള ജാമ്യത്തിൻ്റെ നോട്ടീസ് സൂരജിന് കൈമാറുവാണ്. അത് വായിച്ചിട്ട് സൂരജ് പറയണേ, വക്കീലെ, ഈ കേസ് അല്പം കുഴഞ്ഞ കേസാണല്ലോ. വരുണിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങോട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് തന്നെ. എന്നാൽ എൻ്റെ ചോദ്യം ചെയ്യൽ പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല. അന്നേരം റാം വക്കീൽ ചോദിക്കുക, എന്താ വരുണിന് മേൽ ചടത്തിരിക്കുന്ന കുറ്റം? അയാളുടെ സ്വന്തം അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു, അതിന് തെളിവുണ്ടോ? അന്നേരം സൂരജ് പറയണേ, തെളിവ് കണ്ടുപിടിക്കാനാണല്ലോ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് അയാൾ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റില്ല. അന്നേരം വക്കീൽ പറയുക, നിങ്ങൾ ഇങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കോടതിയിൽ നിന്ന് കോർട്ട് ഓർഡറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാ, ഈ ഓർഡറും കൂടി ഒന്ന് വായിച്ചു നോക്ക്. അങ്ങനെ പറഞ്ഞ് ആ കോർട്ടിലെ നോട്ടീസ് സൂരജിന് കൈമാറുവാണ് കേട്ടോ. സൂരജ് അങ്ങനെ അതൊക്കെ വായിച്ചു നോക്കിയിട്ട് പറയുക, എൻ്റെ വക്കീലെ, നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഇതുപോലുള്ള ക്രിമിനൽസിനെയൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത്. ഇവന്മാരൊക്കെ പിന്നീട് സമൂഹത്തിന് എത്രത്തോളം ദോഷം ചെയ്യുന്നവരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അന്നേരം വക്കീൽ പറയണേ, ഇവിടെ വരുൺ പറയുന്ന ആൾ നിരപരാധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അയാൾക്കെതിരെ എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അയാൾ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന അച്ഛൻ അയാൾക്കെതിരെ പരാതി കൊടുത്തോ? അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അയാളെ സംശയമുണ്ടെന്ന് പറഞ്ഞോ? അതൊക്കെ പോട്ടെ, ആ വീട്ടിലെ ജോലിക്കാരനോ അല്ലെങ്കിൽ കമ്പനിയിലെ മറ്റു ജോലിക്കാരനോ എന്തെങ്കിലും വരുണിനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അയാൾക്ക് അധികാരത്തോടും പണത്തിനോടും താല്പര്യമുള്ളതായിട്ട് തെളിയിക്കാൻ എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കോർട്ട് ഓർഡറും തിരികെ വാങ്ങിച്ച് വരുണിനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിട്ടുതന്ന് ഞാനിവിടുന്ന് പൊക്കോളാം. എന്ത് പറയുന്നു? അന്നേരം അത് കേൾക്കുന്നതും സൂരജ് അങ്ങ് വെള്ളം കുടിക്കുവാണ്. സൂരജ് പറയണേ, അല്ല, എന്താണെങ്കിലും നിങ്ങൾ ഇനി അവനെ കൊണ്ടുപോയിക്കോ. എടോ, ആ വരുണിനെ ഇങ്ങ് വിളിച്ചോണ്ട് വാ. അങ്ങനെ കോൺസ്റ്റബിൾ വരുണിനെയും കുട്ടി അവിടെ എത്തുവാണ് കേട്ടോ. ഈ സമയം സൂരജ് പറയണേ, നിന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വന്ന ആളാ. ഇതൊക്കെ നീ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? എല്ലാം തയ്യാറാക്കി വെച്ചിട്ടായിരുന്നല്ലേ നിൻ്റെ പ്ലാനിങ്ങും മറ്റും? എന്താണെങ്കിലും തൽക്കാലം നീ ഇവരുടെ കൂടെ പൊക്കോ. പക്ഷേ നിൻ്റെ പിന്നാലെ തന്നെ ഞാൻ ഉണ്ടായിരിക്കും. നിന്നെ എല്ലാ അർത്ഥത്തിലും പൂട്ടാൻ പറ്റിയൊരു തെളിവ് എൻ്റെ കയ്യിൽ കിട്ടും. അന്ന് നിന്നെ ഇതുപോലെ ആർക്കും രക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. എന്നാൽ ശരി, നീ പൊക്കോ. അങ്ങനെ വക്കീലിൻ്റെ കൂടെ വരുൺ അവിടെ നിന്ന് പോകാൻ നിൽക്കുവാണ്. ഈ സമയം വരുൺ വക്കീലിനോട് ചോദിക്കണേ, അല്ല സാർ, എൻ്റെ വീട്ടുകാരാണോ സാറിനെ എന്നെ പുറത്തിറക്കാനായിട്ട് ഏർപ്പാടാക്കിയത്? അന്നേരം റാം വക്കീൽ പറയണേ, അല്ല, പിന്നെ ആരാ സാർ? അത് തൽക്കാലം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. വരുൺ ചെല്ല്, ചില സ്ഥലത്ത് ഒപ്പുകളും മറ്റുമൊക്കെ ഇടാനുണ്ട്. എന്നാലേ പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആകുള്ളൂ. അങ്ങനെ വരുൺ അവിടെ നിന്നും പറഞ്ഞു വിടുവാണ്. പിന്നീട് കാണിക്കുന്നത് വക്കീൽ ഷ്യാമയെ ഫോൺ വിളിച്ച് വരുണിനെ ജാമ്യത്തിൽ ഇറക്കിയ കാര്യമൊക്കെ പറയുവാണ് കേട്ടോ. അതേക്കുന്നതും ഷ്യാമക്ക് സന്തോഷമാകുവാണ്. ഈ സമയം വക്കീൽ പറയണേ, അവനെ മാഡം പറഞ്ഞതുപോലെ അയാളെ രക്ഷിച്ചത് ആരാണെന്ന് ചോദിച്ചു. പിന്നെ മാഡത്തിൻ്റെ പേര് വെളിപ്പെടുത്തണ്ടെന്ന് പറഞ്ഞത് കാരണം വക്കീൽ സാർ ഒന്നും പറഞ്ഞിട്ടില്ല. അന്നേരം ഷ്യാമ പറയണേ, അതെന്താണെങ്കിലും നന്നായി, ഒത്തിരി നന്ദിയുണ്ട്. അങ്ങനെ പറഞ്ഞ് കോള് കട്ടാക്കുവാണ്. ഈ സമയം അശ്വതിയോട് ഷ്യാമ പറയണേ, ചേച്ചി ഒന്ന് മോളെ ഇപ്പം തന്നെ വിളിച്ചോണ്ട് വാ. അങ്ങനെ ഷ്യാമയുടെ മുഖമൊക്കെ മറിച്ച് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം രാധികയും കൂട്ടി അശ്വതി എവിടെ എത്തുമായിരിക്കും. മാഡം, എന്തിനാ എന്നെ വിളിച്ചത്? ഈ സമയം ഷ്യാമ ചോദിക്കണേ, മോള് ക്ലാസ്സിലായിരുന്നോ? അന്നേരം അശ്വതി പറയണേ, രാധിക മോള് ആകെ വിഷമത്തിലായിരുന്നല്ലോ. ഈ സമയം ഷ്യാമ പറയണേ, എന്നാലേ ഇനി വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ, എല്ലാം ശരിയായിട്ടുണ്ട്. വരുണിന് ജാമ്യം കിട്ടി. അത് കേൾക്കുന്നതും രാധികക്ക് ഒത്തിരി സന്തോഷമാവുക. സത്യമാണോ മാഡം എന്നും പറഞ്ഞ് ഓടി വന്ന് ഷ്യാമയെ കെട്ടിപ്പിടിച്ച് കവിളിലൊരു ഉമ്മ കൊടുക്കുവാണ്.
ഈ സമയം ശ്യാമയാണെങ്കിൽ ആകെ ഒന്ന് ഒരു നിമിഷം സ്തംഭിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം രാധിക സന്തോഷത്തോടെ പറയണേ, സത്യം പറയാലോ മാഡം, വരണൊരു പാവമാണ്, എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ, എനിക്ക് എന്ന് പറഞ്ഞ് എന്തോ പറയാൻ തുടങ്ങുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നിർത്തിക്കളയുമോ രാധിക. മാഡം, ഞാൻ ഇപ്പം തന്നെ ഒന്ന് എൻ്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ, വീട്ടിലുള്ള എല്ലാവരോടും എനിക്ക് കാര്യം പറയണം, കുറേ നേരം ഭഗവാന് മുമ്പിലിരിക്കണം, എല്ലാവർക്കും അറിയുമ്പോൾ ഒത്തിരി സന്തോഷമാകും, പിന്നെ ഇനി ഞാൻ തിരിച്ചിങ്ങോട്ട് വരില്ല. എന്നാൽ ശരി മാഡം. അങ്ങനെ പറഞ്ഞ രാധിക ഒത്തിരി സന്തോഷത്തോടെ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം വരനെക്കുറിച്ച് പറയുമ്പോൾ രാധികയുടെ സംസാരവും മുഖത്തെ സന്തോഷവും ഭാവമാറ്റവും എല്ലാം അശ്വതി ശ്യാമയെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അശ്വതി പറയണേ, കണ്ടില്ലേ ശ്യാമയെ, വരനെക്കുറിച്ച് പറയുമ്പോൾ രാധിക വാചാലാവുന്ന കണ്ടില്ലേ, എന്തോ എനിക്കൊന്നും പറഞ്ഞ് പറയാൻ തുടങ്ങി, പക്ഷെ പെട്ടെന്ന് തന്നെ നിർത്തിക്കളഞ്ഞു. എന്തായിരിക്കും അത്? രാധികയെ പോലൊരു പെൺകുട്ടി കുടുംബക്കാരെല്ലാം ഒത്തിരി അധികം സ്നേഹിക്കുന്നതാ, എന്നാലും ഇതങ്ങനെ അങ്ങ് തള്ളിക്കളഞ്ഞാൽ മതിയോ? അന്നേരം ശ്യാമയും പറയുന്നുണ്ട്, ശരിയാ ചേച്ചി പറഞ്ഞത്, ഞാനും അത് ശ്രദ്ധിച്ചു. പിന്നെ ചേച്ചി, അവൾ എന്നെ കെട്ടിപ്പിടിച്ചത് കണ്ടില്ലേ, ഞാൻ പോലും പ്രതീക്ഷിച്ചില്ലത്. ഞാൻ ചോദിക്കാതെ തന്നെ അവൾ എൻ്റെ കവളിൽ ഉമ്മ തന്നു. എനിക്ക് എത്ര സന്തോഷമായെന്നറിയോ. ഞാൻ ഏറെ നാളായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മനസ്സ് നിറഞ്ഞു. ഇപ്പോൾ അമ്മ എന്ന നിലയിൽ ഞാൻ ആ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്യാമയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അശ്വതിക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. പിന്നീട് കാണിക്കുന്നത് പൂജാമുറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രാധികയാണ് കേട്ടോ. വരനെ പുറത്തിറക്കിയതിൻ്റെ പേരിൽ രാധിക ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. കൃത്യസമയത്ത് ഫിദ മാഡത്തിന് എൻ്റെ വിഷമം കണ്ട് എന്നോട് കാര്യങ്ങൾ ചോദിക്കാൻ തോന്നിയത്. അത് കാരണമല്ലേ വരൻ ഇത്രയും വേഗം പുറത്തിറങ്ങാൻ പറ്റിയത്. എനിക്ക് ഒത്തിരി സന്തോഷമായി. ദൈവമായിട്ട് ഫിദ മാഡത്തിനെ എൻ്റെ മുമ്പിൽ എത്തിച്ചത്. വരൻ എന്താണെങ്കിലും പുറത്തിറങ്ങിയല്ലോ, ഞാനാ വരനെ പുറത്തിറക്കിയെന്ന് ആരും അറിയണ്ട. അല്ലെങ്കിലും അതെൻ്റെ കടമ തന്നെയല്ലേ, ഞാൻ തന്നെയല്ലേ വരനെ പുറത്തിറക്കേണ്ടത്. അങ്ങനെ പറഞ്ഞ് രാധിക ഒത്തിരി സന്തോഷത്തോടെ ഭഗവാന് മുമ്പിൽ ഇരിക്കുവാണ്ട്. ഈ സമയം യശോദ അങ്ങോട്ടേക്ക് വരുക. മോളെ, കുറേ നേരമല്ലേ പൂജാമുറി ഇരിക്കാൻ തുടങ്ങിയിട്ട്, വരുന്നില്ലേ? ഇതാ വരുക അമ്മേ. അങ്ങനെ രാധിക യശോദയുടെ അരികിലേക്ക് ചെല്ലുക. എന്നിട്ട് പറയണേ, നമ്മൾ മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഭഗവാനോട് നന്ദി പറയണ്ടോ? എൻ്റെ മുഖത്ത് ചെറിയൊരു വിഷമം കണ്ടപ്പോൾ അത് മനസ്സിലാക്കി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ പ്രശ്നം ഫിദ മാഡം പരിഹരിച്ചു. പക്ഷേ ആ ഫിദ മാഡത്തിൻ്റെ മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്താണെങ്കിലും എൻ്റെ മനസ്സിൽ ഫിദ മാഡത്തിന് ഒരു ദൈവത്തിൻ്റെ മുഖം തന്നെയാണ് ഉള്ളത്. എന്തെങ്കിലും ഒരിക്കൽ ആ മുഖം കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അന്നേരം യശോദ പറയണേ, അവർക്കങ്ങനെ മുഖമൊന്നും കാണിക്കാൻ പാടില്ലല്ലോ, അവരുടെ രീതികളൊക്കെ അങ്ങനെയല്ലേ, അവ പിന്നെ നമ്മുടെ മുഖം കാണണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നത് ശരിയാണോ? ആ സമയം രാധിക പറയണേ, പക്ഷെ അമ്മ നോക്കിക്കോ, എന്തെങ്കിലും ഒരിക്കൽ ഞാൻ ആ മുഖം കാണും. പിന്നെ അമ്മേ, ഞാൻ കാരണമാണ് വരൻ പുറത്തിറങ്ങിയെന്ന് ആരും അറിയണ്ട. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പലരും പല അർത്ഥത്തിലും അത് വ്യാഖ്യാനിക്കും. അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ അന്വേഷിക്കും. എന്തിനാ വെറുതെ? ഞാൻ ചെയ്യേണ്ട കടമ ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇതറിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലൊരു ഭാരമായിരുന്നു. ഇപ്പോൾ ഒരാശ്വാസമായത്. എൻ്റെ കൈ പിടിച്ചു എന്ന് പറഞ്ഞ് വരനൊരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. വരണെങ്കിലും സമാധാനത്തോടെ ജീവിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്നും പോകുവാണ്ടോ. പിന്നീട് കാണിക്കുന്നത് വരനെ കുറേ ഗുണ്ടകൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നതാണ്. വരണവരെല്ലാം തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരാൾ വന്ന് വരൻ്റെ തലക്കടിച്ച് വീഴ്ത്തുകയും പിന്നീട് കയറുകൊണ്ട് വരനെ കഴുത്ത് മുറുക്കി കൊല്ലാൻ ശ്രമിക്കുകയും വേറൊരാൾ വന്ന് കത്തിയെടുത്ത് വരനെ കുത്താനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നതാണ്. ഈ സമയം പെട്ടെന്ന് തന്നെ പത്മിനി സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയണീക്കുകയാണ്. മോനെ വരൻ എന്നും പറഞ്ഞ് ഒച്ചത്തിൽ നിലവിളിക്കുകയാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശിയും കൽപ്പനയ്ക്ക് റൂമിലേക്ക് ഓടി വരിക. എന്താ മോളെ, എന്താ പറ്റിയത്? അന്നേരം പത്മിനി ടെൻഷനോടുകൂടി പറയുക, ഞാനൊരു ദുസ്വപ്നം കണ്ടു, വരനെ ആരൊക്കെ ചേർന്ന് അപായപ്പെടുത്തുന്നതായിട്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വരനെക്കുറിച്ചുള്ള ഇങ്ങനത്തെ സ്വപ്നങ്ങളാണ് കാണുന്നത്. എന്തോ മനസ്സിന് വല്ലാത്തൊരു ഭയം പോലെ, എൻ്റെ മോനെ എന്തെങ്കിലും അപകടം പറ്റുമെന്നൊരു ടെൻഷൻ പോലെ. ഈ സമയം മുത്തശ്ശിയും കൽപ്പനയൊക്കെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പത്മിനിക്കാണെങ്കിൽ തീരെ സമാധാനമില്ല കേട്ടോ. അന്നേരം മുത്തശ്ശി പറയണേ, എന്താണെങ്കിലും നീ വിഷമിക്കാതിരിക്കുക, നമുക്ക് നാളെ കുടുംബത്തോത്സവം വരുത്താം. കുറേ നാളായില്ലേ അദ്ദേഹത്തെ വരുത്തിയിട്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യിക്കാം. അത് കേൾക്കുന്നതും കൽപ്പന പറയണേ, ബെസ്റ്റ്, കുടുംബജോത്സ്യനെ വരുത്തി കഴിഞ്ഞാൽ ഒരു 100 പ്രശ്നങ്ങൾ പറയും, അതിനുള്ള പരിഹാരവും പറയും. വെറുതെ കാശ് തട്ടാനായിട്ടുള്ള അയാളുടെ ഓരോ അടവുകളാണ് ഇതൊക്കെ. അന്നേരം മുത്തശ്ശി പറഞ്ഞേ, അതിന് നിനക്ക് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ, നീ ചെന്നുറങ്ങ്, ഞങ്ങളെ മുതിർന്നവർ ഇതിനെക്കുറിച്ച് സംസാരിച്ചോളാം. അങ്ങനെ കൽപ്പന അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി പത്മിനിയോട് പറയണേ, നീ ധൈര്യമായിട്ടിരിക്കുക, നിന്റെ മനസ്സിൽ ഇങ്ങനെയൊരു ദുസൂചന തോന്നിച്ച സ്ഥിതിക്ക് നമുക്കതിൻ്റെ പരിഹാരങ്ങളും ഉടനെ ചെയ്യാം. എന്താണെങ്കിലും നീ ഇനി ഇവിടെ ഒറ്റയ്ക്ക് കിടക്കണ്ട, ഞാനും കൂടി ഇവിടെ വന്ന് കിടക്കാം. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ജോത്സ്യൻ കണിമംഗലത്ത് എത്തുന്നതാണ്. അദ്ദേഹം കബഡി വരച്ച് പ്രശ്നപരിഹാരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം വീടുകളിൽ എല്ലാവരും അവിടെ കൂടി നിൽക്കുന്നുണ്ടാവും. വരുണും പ്രിയങ്കയും മുത്തശ്ശിയും പത്മിനിയും അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ജോത്സ്യൻ പ്രശ്നമൊക്കെ നോക്കിയിട്ട് പറയുവാണ്, വരുണിൻ്റെ ജാതകത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. ജോത്സ്യൻ്റെ ആ വാക്ക് കേട്ട് ടെൻഷനോട് കൂടി നിൽക്കുവാണ് പത്മിനിയും മുത്തശ്ശിയൊക്കെ.
അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്